കണ്ടോ കരണമ്പട്ടി മുളകിനെ കണ്ടോ? അവൻ്റെ ചട്ടി ഒന്ന് പൊട്ടിപ്പോയായിരുന്നു. അപ്പം ഞാൻ റീപോർട്ടൊക്കെ ചെയ്ത് ഇച്ചിരി വളർന്നു വന്നത്. അപ്പം അതൊന്ന് നേരെയാക്കാൻ വേണ്ടി ഒരു കല്ലുമൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ താങ്ങ് കെട്ടി കൊടുക്കണം. പിന്നെ പച്ചമുളകാണ്, ഒന്നുമില്ല ഇപ്പം, എല്ലാം മുളകെല്ലാം പൊടിഞ്ഞു. പിന്നെ ഇത് മക്കൊട്ട ദേവ, ഇത് കാശാവ്, ഇത് അഗസ്ത്യ ചീരയുടെ 3-4 കുഞ്ഞു തൈകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നട്ടുപിടിപ്പിച്ചു. കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങി അതിനകത്തെല്ലാം പോട്ട് ചെയ്ത് വെച്ച് പോട്ടിങ് മിശ്രിതമൊക്കെ നിറച്ച് വെച്ചു. അപ്പം അതിനകത്ത് പിന്നെ പഴയ ചട്ടികളൊക്കെ എടുത്ത് അതൊക്കെ റീപോർട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇനിയിപ്പം പച്ചക്കറികളൊക്കെ ഇച്ചിരി നടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. ഇപ്പം നമുക്ക് സമയം പോവും, പിന്നെ നമ്മൾക്കൊരു ഉത്സാഹം ഇതൊക്കെ. പക്ഷേ പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ഇവിടെ അടുത്തൊരു പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചു. അപ്പം അതെല്ലാം ഇനി ഒന്ന് ഈ ചട്ടികൾക്കകത്താക്കി വെക്കണം. പിന്നെ മഴക്കാലം വന്നപ്പോഴത്തേന് തുളസി ആകെ കതിര് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇന്ന് വേറൊരു സന്തോഷ വർത്താനം കൂടി. എൻ്റെ കൂടെ കൃഷിപ്പണിക്ക് ചേട്ടനൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആണ് കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുമോൻ സഹായി ഉണ്ടായിരുന്നു. പുള്ളിയും വന്ന കാരണം പെട്ടെന്ന് ഈ മണ്ണൊക്കെ ഒന്ന് കൂട്ടിത്തരാനും എല്ലാം പറ്റി. ഇതെല്ലാം വേണ്ട, നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം പോവും. അതാണ് നമ്മുടെ ഒരു സംരക്ഷണം വേണം. അപ്പം ഞാൻ ഒരു തരം ഒരു പ്രത്യേകതരം തുളസിയാണ്. പിന്നെ അത് പറഞ്ഞാൽ അത് തിപ്പലിയാണ്, കാട്ടുതിപ്പലിയാണ്. അല്ല, കാട്ടുതിപ്പലിയല്ല, ബ്രസീലിയൻ തിപ്പലി. തെറ്റിപ്പോകുന്നുണ്ടേ ചിലപ്പോൾ. പിന്നെ ഇതുണ്ടോ, ചെടികളെല്ലാം സൂക്ഷിച്ചൊക്കെ, ഒരു നീലയമരി, അങ്ങനെയുള്ള കുറച്ച് ചെടികളുണ്ട്. ഇതെല്ലാം ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരണം. ഒരു വയലറ്റ് കരണമ്പട്ടി മുളകാണ്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ റെയറായിട്ടുള്ളതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവെക്കാറുണ്ട്. പിന്നെ ശ്രീലങ്ക മുല്ലയെല്ലാം പൂ ഒഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പഴയ ചെടികളൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം അത്യാവശ്യം എന്തെങ്കിലും ആയിക്കോട്ടെ, കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു ഉത്സാഹം തോന്നും. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് മനസ്സ് വളരെ ശാന്തമാകും, നമ്മളുടെ ഒരു എക്സർസൈസും ആകും. അതുമാത്രമല്ല, വെജിറ്റബിളൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടുമല്ലോ. വലിയ കൃഷിക്കാരിയൊന്നും അല്ല കേട്ടോ ഞാൻ എന്ന് ഓർത്തേ.